വാട്സ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നപ്പം ഡേ 2 ആണ് കൊടൈക്കനാലിൽ. നിങ്ങളിപ്പോൾ പുറത്ത് കാണില്ല. നമ്മളിവിടെ വരുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞ മഴയായിരിക്കും. ഈവൻ ഇന്നലത്തെ വെതർ ഫോർകാസ്റ്റ് അതിലും കാണിച്ച മഴ പെയ്യുന്നതാണ്. പക്ഷേ താങ്ക്ഫുള്ളി ഇതുവരെ മഴ പെയ്തിട്ടില്ല, മഴക്കോടും കാണുന്നില്ല. അപ്പം ഇന്നത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം രാവിലത്തെ 9:15. നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇന്ന് നമ്മൾ കൂക്കൽ മഞ്ഞ പറയുന്ന സ്ഥലത്തോട്ടൊക്കെ പോകാനാണ്. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു സാൻഡ്വിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതേ ഉള്ളൂ. ഇങ്ങോട്ട് റൂമിലോട്ട് കൊണ്ടുവന്ന് കഴിച്ചു. നമ്മൾ ഡൈനിങ് ആയിട്ട് അങ്ങോട്ട് പോയില്ലായിരുന്നു. സാൻഡ്വിച്ചൊക്കെ ഇവിടെ ഓക്കെയാണ്. ഈവൻ കറീസൊക്കെ ഇവിടുത്തെ വിലയൊക്കെ ഒരു ഓക്കെ റേറ്റാണ്. 240, 180 അതൊക്കെയുള്ള സാൻഡ്വിച്ചിന്. പക്ഷേ ചപ്പാത്തിയുടെ കാര്യമാണ് കോമഡി. ഒരു ചപ്പാത്തിക്ക് 80 റുപ്പീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ചപ്പാത്തി ചിക്കൻ കറി വാങ്ങിക്കുക. ചിക്കൻ കറി 240 റുപ്പീസ് വരുന്നുള്ളൂ. പക്ഷേ ചപ്പാത്തി 80 റുപ്പീസ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ബൈക്കിൻ്റെ ചെയിൻ ലൂബിയാണ്. ഇന്നത്തെ ദിവസം ടോട്ടൽ 460 കിലോമീറ്റേഴ്സ് എന്തോ ഓടി. അപ്പം ചെയിൻ ഏതെല്ലാം ലൂബെല്ലാം മറ്റേ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്നും കൂടി ചെയിൻ ലൂബ് ചെയ്തിട്ട് വേണം എന്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് ചെയിൻ ലൂബ് ചെയ്യാനാണ് ഏറ്റവും വലിയ പാട്. കാര്യം എൻ്റെ ബൈക്കിൽ സൈഡ് സ്റ്റാൻഡ് ഇല്ല, ഇവൻ്റെ ബൈക്ക്. പക്ഷേ ഇവൻ്റെ ബൈക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സെൻറ്റർ സ്റ്റാൻഡ്. എൻ്റെ ബൈക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല, അവൻ്റെ ബൈക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. ഇവൻ്റെ ബൈക്ക് പിന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചരിച്ചിട്ട് ചെയിൻ ലൂബ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ബൈക്ക് അങ്ങനെയല്ല, ചരിക്കാൻ വരും പാടാണ്. അപ്പം ഉരുട്ടി കൊണ്ടുപോകണം ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് തന്നെ ബൈക്കാണ്. നമ്മുടെ റൂമിൽ നിന്ന് എന്താ ബൈക്ക്. പിന്നെ കോലം കണ്ടില്ലേ, ഇന്നലത്തെ ആ ചത്ത ഇതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇനി നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ബൈക്കിൻ്റെ ചെയിനെല്ലാം ലൂബ് ചെയ്തു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കട്ടെ കുറച്ച് നേരം. ചെയിൻ ഇത് ലൂബ് ചെയ്യുന്ന പാടാം. അത് എളുപ്പം തന്നെ. കുറച്ച് വേണം, നിങ്ങൾ നേരത്തെ കണ്ടു കാണുമല്ലോ. അവിടെ നിന്ന് ജസ്റ്റ് ചരിച്ച് ലൂബ് ചെയ്യുള്ളേ ഉള്ളൂ. ഇത് ഇന്നലെ രാത്രി ഭയങ്കര അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. രാത്രിക്ക് ഓൾമോസ്റ്റ് 9 ഡിഗ്രീസ് വരെയൊക്കെയാണ് ഗൂഗിൾ വെതറിൽ കാണിച്ചിരുന്നത്. ഇപ്പം ഒരു 18 ഡിഗ്രീസ് ഉണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പം. ഫസ്റ്റ് നമ്മൾ കൂക്കിൽ എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ബൈക്ക് ഇപ്പോൾ സ്വയം ഓഫായിക്കൊണ്ടിരിക്കുക. ഞാൻ ടോപ്പ് ബോക്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ടാങ്ക് ബാഗ് എടുത്ത് ടോപ്പ് ബോക്സിനകത്ത് വെച്ചേക്കാണ്. ടാങ്ക് ബാഗ് വരുവാണെങ്കിൽ ടാങ്ക് ഇത്രയും പോർഷൻ ഹൈഡായി പോകുന്നു. ഈ ഡിസ്പ്ലേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനും. പെട്രോൾ ഇപ്പോൾ നമുക്ക് ഹാഫ് ടാങ്കിൽ നിന്ന് ഒരു കട്ട കൂടുതലുണ്ട്. ഇന്ന് മിക്കവാറും വരുന്ന സമയത്തൊന്നും കൂടെ പെട്രോൾ അടിക്കേണ്ടി വരും. പിന്നെ ഇന്ന് പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോൾ പമ്പില്ല. പക്ഷേ ഇന്നൊരു ദിവസത്തേക്കുള്ള തികയണം. ഇന്നത്തെ ടോട്ടൽ മേ ബി ഒരു 110 കിലോമീറ്റേഴ്സ് ആയിരിക്കും മാക്സിമം വരികയായിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇന്ന് കൂക്കൽ എന്ന് പറയുന്ന സ്ഥലം വരെ 35 to 40 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പക്ഷേ ഈ 40 കിലോമീറ്റേഴ്സ് 2-3 hours എടുക്കും. കാര്യം കംപ്ലീറ്റ് ഹെയർ പിൻസ് ആണ്. ഇപ്പോൾ സമയം രാവിലത്തെ 10. നമ്മൾ ആക്ച്വലി 9:30 ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. ഇന്ന് പ്ലാൻ ഡിലേ ആയി. പക്ഷെ സാരമില്ല. ഇപ്പോൾ 10:30 ആയപ്പോഴേക്കും ഇവിടെ ടൂറിസം എല്ലാം സ്റ്റാർട്ട് ആയി. ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്. നാളെ മറ്റന്നാളാണ് ആക്ച്വലി ടൂറിസം കൂടുന്നത് ഇവിടെ.
ഇവിടെ പിന്നെ ഫുള്ളും ടൂറിസ്റ്റുകാരും കൂടുതലുള്ളത്. ഇത് ഒബ്വിയസ്ലി ടൂറിസ്റ്റ് ഏരിയ ആണിത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലായിരുന്നു, ദിവാലി ടൈം ആയിരുന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. നല്ല തിരക്ക് ഞാൻ വീഡിയോസ് കണ്ടതായിരുന്നു. വീഡിയോസിൽ ഈ ന്യൂസിലുണ്ടായിരുന്നു ഇവിടെ ക്യൂ ഉണ്ടായിരുന്നു. നമുക്ക് ഈ പാസ് ഉണ്ടെന്ന് അറിയാതെ അറിയുന്ന ആൾക്കാർക്കൊക്കെ പണിയായിട്ടുണ്ടായിരുന്നു. പണി ഇൻ ദ സെൻസ് ഇതേപോലെ നമ്മൾ ചെയ്ത പോലെ അവർക്ക് നിന്ന് ഈ പാസ് ഇപ്പം നമുക്ക് അറിയാതെ എങ്ങനെ ചെയ്തെടുക്കണം. കാരണം ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ഇതൊന്നും അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത്തിരി പാടാണ്. പിന്നെ പാടായിട്ടൊന്നും പറയില്ല, നമുക്ക് ഗൂഗിളിൽ കയറുക, തമിഴ്നാട് ഈ പാസ് എന്ന് കൊടുക്കുക, അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അത് വേണ്ട സംഭവങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് തന്നെ ഓൾ സെറ്റ്. എനിക്ക് തന്നെ ഇത് നമുക്ക് ചെയ്യാൻ ഇത്തിരി അറിയാമെങ്കിൽ നമുക്ക് 2-3 മിനിറ്റ് ആവശ്യം വരുന്നുള്ളൂ. ചെറിയൊരു മഴക്കോളം കാണുന്നുണ്ട്, അറിയത്തില്ല. ഞാനാണെങ്കിൽ ഇന്ന് റെയിൻകോട്ട് എടുത്തിട്ടില്ല. ഇന്നലെ അവരൊക്കെ എൻ്റെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടില്ല. ഇവിടുത്തെ റോഡ് ഇതുവരെ അവർ ശരിയാക്കിയില്ല. ഞാൻ ഇവിടെ അപ്പോഴൊക്കെ ഈ റോഡ് വേഴ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ നന്നാക്കിയിട്ടുമില്ല ഈ റോഡ് ഇതുവരെ. ഈ ഒരു സ്ട്രെച്ചാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫ്യൂൽ എക്കോണമി 22 ആണ്. ഡോമിനാറിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇത്രയും നാളൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്ത് പറയായിരുന്നു എൻ്റെ ബൈക്ക് ഓബ്വിയസ്ലി എൻ്റെ ബൈക്ക് എങ്ങനെ പോയി 30+ മിനിമം കിട്ടുമെന്നൊക്കെയാണ്. ഇന്നലെ പിന്നെ നമ്മൾ ആ ഒരു NH44 ഫുൾ പറത്തിയടിച്ച 120-130 കംപ്ലീറ്റ് ക്രൂസിങ് ആയിരുന്നു. സ്റ്റിൽ നമുക്ക് 28 ഒക്കെ കിട്ടിയായിരുന്നു അവിടെ വെച്ച്. ഇന്നലെ ട്രാൻഡ്രത്തിന് കൊടൈക്കനാൽ വരുന്നവരെ തന്നെ എനിക്ക് മിനിഞ്ഞാന്ന് ഞാൻ ഫുൾ ടാങ്ക് അടിച്ച് വെച്ചു വരുന്നതിന് മുമ്പായിട്ട്. അതിനുശേഷം തിരുനെൽവേലി തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും നമ്മൾ അത് ഹാഫ് ടാങ്ക് ആയപ്പോഴേക്കും നമ്മൾ പിന്നെയും റീഫ്യൂൽ ചെയ്ത് ഫുൾ ടാങ്ക് ആക്കി. പിന്നെ നമ്മൾ കൊടൈ റോഡ് എത്തിയപ്പോൾ പിന്നെയും ഹാഫ് ടാങ്കിൽ നിന്ന് റീഫ്യൂൽ ചെയ്ത് ഫുൾ ടാങ്ക് ആക്കി. ഇതുവരെയുള്ള ടോട്ടൽ ഫ്യൂൽ എക്സ്പെൻസസ് ആണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് 2000 rupees അടുപ്പിച്ചായി. 2100 rupees ആയി. ഈ ട്രിപ്പിൽ ഫ്യൂവലിൻ്റെ ബഡ്ജറ്റ് മാത്രം ഇട്ടേക്കുന്ന ഒരു 7,000 to 10,000 ആണ്. അത്ര ആവില്ലേ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റിന് അത്രയാണ് ഒരു കയ്യിൽ വെച്ചേക്കുന്നത്. 10,000 rupees ആണ് പെട്രോളിന് വേണ്ടിയിട്ട്. പശുവൊക്കെ ഇങ്ങനെ റോഡിലങ്ങ് ഇറങ്ങി നിൽക്കുവാണ്. ബൈക്കിലറിയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബാഗ് കൊണ്ടുവരുമ്പോൾ ബൈക്കിൽ വെച്ചിട്ട് പോകരുത്. കുരങ്ങന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട്. അത് വിചാരിക്കുമ്പോൾ കുരങ്ങന്മാർ ബാഗ് തുറന്ന് സാധനങ്ങളെല്ലാം എടുക്കും. ചിലപ്പോൾ പേഴ്സും എല്ലാം അങ്ങ് തറയിലും കൂടെ അങ്ങ് പോകും നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ. അതാണ് R15. റോഡാണ് ഭയങ്കര മോശം കണ്ടീഷനിൽ. അവിടെ ഇങ്ങോട്ട് കുറേ റൈഡേഴ്സും കാണുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മളെ പോലെ തന്നെ കുറേ പേരും കാണുമല്ലോ. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് പ്ലാൻ കഴിഞ്ഞ മാസമായിരുന്നു. കഴിഞ്ഞ മാസം പിന്നെ മഴയൊക്കെ കാരണം നമ്മൾ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ആദ്യം പിന്നെ ദിവാലി ടൈം ആകുമ്പോഴേക്കും ഇവിടെ എന്തായാലും നല്ല തിരക്കായിരിക്കും. തിരക്കുള്ള സമയത്ത് ഇവിടെ വന്നാൽ അത്രയ്ക്ക് അങ്ങനെ ഇവിടെ ബ്ലോക്കിലൊക്കെ പെട്ട് കിടന്ന് ആ ഒരു മൂടങ്ങ് പോവും. അതാണ് നമ്മൾ ആ ആൾക്കാർ പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ദിവാലി ടൈം ആയപ്പോൾ കഴിഞ്ഞ Thursday, Friday, Saturday, Sunday ഇത്രയും ദിവസങ്ങളാണ് ഇവിടെ ക്രൗഡ് ഉണ്ടായിരുന്നത്. ക്രൗഡുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി നാളെ മറ്റന്നാളായിരിക്കും ക്രൗഡ് കൂടുന്നത്. അതിനുമ്പം നമ്മൾ ഈ കൂക്കൽ സ്ഥലമൊക്കെ നമ്മളൊന്ന് പോയിട്ട് വരാൻ വിചാരിച്ചത്, അതുകൊണ്ട് ഇപ്പോഴേ പോകാമെന്ന് വിചാരിച്ച. നമ്മുടെ പൈൻ ഫോറസ്റ്റിലൊക്കെ പോകണമെങ്കിൽ ആ റൂട്ടാണ് എടുക്കേണ്ടത്. ഇന്ന് നമുക്ക് ഇങ്ങോട്ടാണ് പോകുള്ളത്. ഇങ്ങോട്ട് റോഡ് കണക്കാ കേട്ടോ. ഒപ്പ സെഡാനൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ പ്രോബബ്ലി അടി ഇടിക്കും. ഇതുകൊണ്ടാണ് നമ്മുടെ സെഡാൻ മാർക്കറ്റ് ഇവിടെ കുറയുന്നത് നമ്മുടെ നാട്ടിൽ.
ഈ റോഡ്സ് കാരണം. അതുകൊണ്ട് ആൾക്കാർ കോമ്പാക്ട് എസ് യു വി എങ്കിൽ കോമ്പാക്ട് എസ് യു വി അതിലോട്ട് ചാടുന്നത്. മെയിൻ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ഇഷ്യൂ കാരണം. എന്തൊക്കെ പറഞ്ഞാലും ഒരു സെഡാനിന് ഓടിക്കുന്നതിൻ്റെ ഫീല് നമ്മൾ കോമ്പാക്ട് എസ് യു വിക്കും കിട്ടത്തില്ല. രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലീഗാണ്. ഓക്കെ, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നു. ഈ സ്ഥലത്തൊക്കെയാണ് ആക്ച്വലി R15 കുറേ ബെനിഫിറ്റ്സ് ഉള്ളത്. കോർണറിങ്, നല്ല ഷാർപ്പ് കോർണേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഈവൻ ഇതും അത്ര മോശമൊന്നുമല്ല. പിന്നെ ടോപ്പ് ബോക്സ് ഇരിക്കുമ്പോഴേക്കും ഇപ്പോൾ ടോപ്പ് ബോക്സ് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ആയിരുന്നു. ഞാനും കുറേ ഈവൻ ഇന്നെ ടോപ്പ് ബോക്സ് വെച്ചിട്ട് ഇന്നെ അത്യാവശ്യം നല്ലോണം കുറേ കോർണേഴ്സ് എടുത്തു. ഈ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. റോഡ് മോശം എന്നാണ് പറഞ്ഞത്. ഞാൻ അയച്ചോടെ വേറെ എന്തോ ഇഷ്ടമുണ്ടെന്ന് എല്ലാ വണ്ടിയുടെ നിർത്തിയപ്പോഴേക്ക് അപ്പ എന്തോ റോഡാ ഇത്. ആ വണ്ടി പോട്ടെ. ലിറ്ററലി ഇവിടെ റോഡില്ല. ബാഡ് റോഡ് എന്ന് പറയാൻ വേണ്ടി ഓഫ് റോഡാണ് ദ ബെറ്റർ വേർഡ്. ഇപ്പോൾ നമ്മൾ ഹൈ റേഞ്ച് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ 30 കാണിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ എക്കോണമി. ഇപ്പോൾ വീണ്ടും കുറയ്ക്കും. ഈ വ്യൂസൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ ഫോഗായി. എൻ്റെ ഇപ്പോഴത്തെ വ്യൂ നോക്കി. ഇപ്പോൾ ഫോഗ് ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. ഈ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ട്. ആൻഡ് യെസ് ആർ ബൈക്സ്. ഇപ്പോൾ ഇവിടുത്തെ ഫോഗ് മാറി. നമ്മൾ വന്നപ്പോൾ ഇവിടെ നല്ല ഫോഗായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് ബാക്കി പോവാം. ഇങ്ങോട്ട് ഫുൾ ഫോഗായി. ഇത് അങ്ങോട്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ആ ഒരു ഏരിയയൊക്കെ. ഇവിടെയൊക്കെ ഫുൾ ഫോഗ് വെച്ച് കവറായി. ഓക്കെ, ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാം. ഞാൻ പറഞ്ഞ ആ വ്യൂ ഇവിടെ ഇപ്പോൾ അവിടേക്കുള്ള വ്യൂ ദ ഫോഗ് അവിടെ കൂടെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അടിപൊളി വ്യൂ ആണ്.
അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ആളൊന്നും പറഞ്ഞു ഈ ഇവിടെ പൊട്ടിയിരിക്കുന്ന കണ്ടോ, ഇത് ആക്ച്വലി ആക്സിഡൻറ്റ് നടന്നതാണ്. ഒരു ടൂറിസ്റ്റ് ഒന്ന് വന്ന് വണ്ടിയോടെ അങ്ങോട്ട് പോയത്, അങ്ങനെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലമാണിത്. ഓക്കെ, പിന്നെ നമുക്ക് പോവാം. അതുകൊണ്ട് ഇവിടെ ഫോഗൊക്കെ ഇറങ്ങുക. നമ്മൾ ഫോഗിൻ്റെ അകത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പോഴും. നമ്മൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ ആ സൈഡൊക്കെ കവറായി. ഫ്രണ്ടിലോട്ട് നോക്ക്. അങ്ങോട്ടൊക്കെ നോക്ക്. Okay. ഓക്കെ, നമ്മളിപ്പോൾ പ്രോപ്പർലി ഫോഗിൻ്റെ അകത്തോട്ടായി. ഇതൊക്കെയാണ് കൊടൈക്കനാൽ വരുന്നതിൻ്റെ ഒരു ഭംഗി, പിന്നെയും പിന്നെയും വരാൻ തോന്നുന്നത്. നമ്മളിപ്പം നമ്മുടെ റൂമിൽ നിന്ന് 29 കിലോമീറ്റേഴ്സായി. നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 28 km/h സ്പീഡാണ്. കാര്യം ഫുള്ള് ഗാർഡ് റോഡ്സ് ആയിരുന്നു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കൂക്കലിലോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ വ്യൂസാണ് ഇനി അടിപൊളി വ്യൂസ്. ഇതാ ഇത് നോക്കി, ഈ കാനോപ്പി വ്യൂസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ചേർന്നാ പോയത്. അപ്പം
നമ്മളിപ്പോൾ പോകുന്ന കൂക്കലാണ്, കൂക്കൽ ലേക്കിൻ്റെ അങ്ങോട്ട് നമ്മളിപ്പോൾ പോകുന്നത്. അത് ആ ലേക്ക് വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലോട്ട് ഇറങ്ങിയില്ലേ, പകരം നമ്മൾ സ്ട്രെയിറ്റ് ഇനി പോകുന്നത്. അതാണ് മന്നവന്നൂർ. കൂക്കൽ അതിൻ്റെ അടുത്ത് അങ്ങോട്ട് നമ്മൾ പോകുന്നത്. അവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ നല്ല വ്യൂ, ഒരു ബെറ്റർ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കൂക്കലിലെ ലേക്ക് തന്നെയാണ്. അത് കുറച്ചും കൂടെ ഒന്ന് പോകാനുള്ളൂ. ഇതൊരു അടിപൊളി സ്പോട്ടായിരുന്നു. മുമ്പ് ഇവിടെയൊക്കെ നമുക്ക് വണ്ടി ഇറക്കി ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. ഇപ്പോൾ അവർ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ടു. മുമ്പൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ കാറിൽ വന്നപ്പോൾ കാർക്ക് ഇവിടെ ഇറക്കി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ട് അഥവാ നമ്മളെങ്ങനെയെങ്കിലും വണ്ടി ഇറക്കുവാണെങ്കിൽ അപ്പോൾ ഫൈനാണ് ഗവൺമെൻറ്റിൻ്റെ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂക്കൽ ലേക്ക്. കഴപ്പങ്ങറ്റം കഴപ്പാണ്. ഡേയ് ഇനി വണ്ടി നീ എങ്ങനെ എടുക്കും? എടുത്തോ, കഴപ്പിൻ്റെ അങ്ങേയറ്റം. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ജസ്റ്റ് ഒരു ഗ്രാമമാണ്. അത് കുറച്ച് ദൂരം കൂടെ പോയിട്ട് വഴി തീരും. അതുകൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല, പക്ഷെ കയറുവാണ്. ഇതാണ് കൂക്കൽ ലേക്കിൻ്റെ ഒരു വ്യൂ. വെറുതെ ഒരു റൈഡിന് വേണ്ടിയൊക്കെ വരാം. അതിന് കൊടൈക്കനാൽ എന്നാലും ജസ്റ്റ് അതൊക്കെയാണ്, റൈഡിന് വേണ്ടിയിട്ട് പോവാം. പിന്നെ ബോട്ടിങ് അതൊക്കെയാണ്. നമ്മൾ ബോട്ടിങ്ങും അങ്ങനത്തെ ഇതിനോട് താല്പര്യമില്ല, നമ്മൾ റൈഡിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഇങ്ങനെ ഓടിച്ച് പോകുന്നത്. നമ്മൾ നേരത്തെ അതുവഴി ഇറങ്ങിപ്പോയി. ഇനി നമ്മൾ ഈ റോഡ് എടുക്കുവാണ്. സമയം ഉച്ചക്കത്തെ 12:30 മണിയായി. നമ്മൾ ലഞ്ച് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്ത് രാത്രിത്തേക്കുള്ള കുറച്ച് നേരത്തെ ആയിട്ട് കഴിക്കുള്ളൂ അങ്ങനെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ചു, ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കും. അപ്പം ബാലൻസ് ചെയ്ത് പോവും. ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.
ഇങ്ങനെ സ്ഥലത്തൊക്കെ നല്ല ഹോട്ടൽസും കിട്ടത്തില്ല. അപ്പം അതൊക്കെ ആലോചിച്ചും പ്ലാൻ ചെയ്താണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മളത് ഇന്നലെ പ്ലാൻ ചെയ്തില്ല, ലഞ്ച് സ്കിപ്പ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു. രാവിലെ നമ്മളിതിൽ ലേറ്റായിട്ട് കഴിച്ച്, ലേറ്റായിട്ട് നല്ലോണം കഴിച്ചു. ആൻഡ് ഉച്ചക്കത്തെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കഫേയിൽ നിന്ന് കഴിക്കാൻ ഇങ്ങനെ വരെയൊക്കെയാണ്. ഇതൊരു ഷീപ്പ് ഫാമാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഷീപ്പ്, അത് വലുതായിട്ടൊന്നും ഇല്ല, ഷീപ്പും റാബിറ്റൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഇങ്ങോട്ടൊന്ന് ഒരു ഓഫ് റോഡൊന്ന് ഇറങ്ങി നോക്കുവാണ് അവിടെ എന്താണ് മീൻസ് അവിടെ എന്തെങ്കിലും വ്യൂ പോലെ ഉണ്ടോയെന്ന്. കുറച്ചുകൂടെ അവിടെ പോവാം. ചരിഞ്ഞു പോകുന്നുണ്ട് ബൈക്ക്. നമ്മൾ മഞ്ഞമഞ്ഞൂർ പോകുന്ന വഴിക്ക് വെറുതെ ഒരു വഴി ഇങ്ങനെ കണ്ടപ്പോഴേക്കും അങ്ങോട്ട് കയറി വന്നതാണ്. ഇച്ചിരി ഓഫ് റോഡാണ്, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. സമയം ഇപ്പോൾ 1 മണിയായി. ഞാൻ അങ്ങോട്ട് നടന്നു നോക്കാം അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലോറേഷൻ മീൻസ് അങ്ങോട്ട് ഇച്ചിരി വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു സ്ഥലത്തോട്ട്. ഇതാ നമ്മൾ മഞ്ഞുവണ്ണൂർ നമ്മൾ കാണാൻ പോകുന്ന വ്യൂ ഇതായിരുന്നു. ഇതായിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കാണാം. ഇതാ കാണുന്നത് അതൊരു ഗ്രാമമാണ് ആ ഒരു സ്ഥലം. അതാണ് നമ്മൾ ആക്ച്വലി അവിടെ മഞ്ഞുവണ്ണൂർ മെയിൻ ഹൈലൈറ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്താ ഇതാണ്, അടിപൊളി വ്യൂ ആണ് ഇങ്ങോട്ട്.
നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങോട്ട് വന്നു, പക്ഷേ ഒന്ന് 100% തോത്തായി. ഇനി അടുത്ത ചാലഞ്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. കയറുന്നത് നമ്മളെങ്ങനെയൊക്കെയും കയറി, ഇനി അടുത്ത് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. ഇറങ്ങണം ഗിയറിലിട്ട് പതുക്കെ ഇറങ്ങാനേ പറ്റും. കയറിയപ്പോൾ അതേ ഇറങ്ങും. ഇവിടെ നമ്മുടെ ബൈക്ക് ഇരിക്കുന്ന നോക്കി കാണാൻ. ഇപ്പോഴത്തെ ഇവിടെ അത്രയും എന്താ വീണ്ടും ഫോഗ് ഇറങ്ങിയതാ. ഇനി മിക്കവാറും ആ സൈഡ് ഇതൊക്കെ അവിടേക്ക് ഫോഗ് കവറായി തുടങ്ങി. മിക്കവാറും നമ്മളിനി മഞ്ഞത്തായിരിക്കും ഓഫ് റോഡ് ഇറങ്ങാൻ പോകുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മളൊരു അരമണിക്കൂർ അടുപ്പിച്ച് നമ്മളിവിടെ വെറുതെ ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരുന്നു. നല്ല ക്ലൈമറ്റും കൂടെ അല്ലേ. നിങ്ങൾ ടെമ്പറേച്ചർ 15-16 കാണത്തുള്ളൂ. അത്യാവശ്യം ഒരു തണുപ്പുമുണ്ട്. ഇപ്പോൾ ഫോഗ് ഒന്ന് ക്ലിയർ ആയി വരുന്നു. അവിടെയൊക്കെ കണ്ടില്ലേ ആയിരിയൊക്കെ. ഇനിയാണ് റിയൽ അഡ്വഞ്ചർ ഇറങ്ങുന്നത് ഓഫ് റോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയത് ഒരു അടിപൊളി സ്ഥലമായിരുന്നു, ഒരു എക്സ്പ്ലോറേഷൻ. Just a miss. Whew. ഇവിടെ വെച്ച് ഞാൻ ബ്രേക്സിന് പകരം കൂടുതലും എൻജിൻ ബ്രേക്കിങ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. മേലിൽ വെച്ച് ഞാൻ അറിയാതെ ബ്രേക്ക് പിടിച്ചെടുത്തു. അതാണ് വണ്ടി ഒന്ന് ചറവിയത്. ഇവിടെ ഇത്തിരി പാടാണ് ഇറക്കാനായിട്ട്. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് പോകാൻ നമ്മൾ വിചാരിച്ചു. കാര്യം റോഡിൻ്റെ രീതി ഉണ്ടല്ല, ഇത് കണ്ടോ, നല്ല എളുപ്പം സ്കിഡാവുന്ന ഇതാണ്, കല്ലുകളാണ് കിടക്കുന്നത്. ഇതുവഴി പോയി നോക്ക്. ഈ ഒരു ഇത് തന്നെ പറ്റുമോ നോക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. പെർഫെക്റ്റ്. ഇനി അടുത്തതാണ് ടാസ്ക് നമ്മുടെ. അയ്യോ, പറഞ്ഞു കൊടുക്കാൻ നല്ല എളുപ്പമാണ്, ചെയ്യുമ്പോഴേക്കാണ് എൻ്റെ വേദന അറിയുന്നത്. ഇവിടുത്തെ ഗ്രേവൽസ് ഭയങ്കര എന്താണ് സ്കിഡാവുന്ന ടൈപ്പാണ്. ഓക്കെ, നമുക്കിനി പതുക്കെ ഇറങ്ങാം. ഇത് പറ്റും തോന്നുന്നു എന്നെ കൊണ്ട്. അപ്പം നമുക്ക് വീണ്ടും മന്നവനൂർ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം.
ഇത് കൗഞ്ചി എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശം. അതാണ് അവിടെ ബോർഡ് കണ്ടിട്ട് പറഞ്ഞത് കൗഞ്ചി എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. നമ്മൾ 2 കിലോമീറ്റർ കൂടെ പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകാനാണ് പ്ലാൻ. നമ്മളിപ്പം ഇന്നത്തെ ദിവസം ഓൾറെഡി 60 കിലോമീറ്റേഴ്സ് ഓടി കഴിഞ്ഞു. 60 കിലോമീറ്റേഴ്സിൻ്റെ ഒരു 5 കിലോമീറ്റേഴ്സ് നമ്മളെ കൂക്കൽ പോയത്, അത് ഒരു 55 കിലോമീറ്റർ. അവിടെ എന്തോ ആക്സിഡൻ്റ് ആയോ? ആക്സിഡൻ്റ് ആയി എൻ്റെ. ഇങ്ങോട്ടുള്ള വ്യൂസ് കൊള്ളാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മളെ റൂമിലോട്ട് തന്നെ പോവാം. ഇത്രേ ഉള്ളൂ ഇവിടെ. വീണ്ടും അവന്മാരുടെ ഇടയിൽ കൂടെ തന്നെ പോകണല്ലോ എന്നാണ് ആക്സിഡൻ്റ് ആയിരിക്കുന്നതിൻ്റെ ആ സീനിൽ കൂടെ. അവന്മാർ വിചാരിക്കും നമ്മൾ ഇത് കാണാൻ വേണ്ടി വരുന്നതാണ്. അടുത്തത് ഈ വണ്ടി നല്ല പണിയായി. നെക്സ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ് തോന്നുന്നത്. നോക്കട്ടെ, സ്വിഫ്റ്റ് കയറി എങ്കിൽ പിന്നെ നമ്മൾ ഡോം കയറൂലേ.
ഇവിടെ വേറെ അധികം പ്രത്യേകിച്ചുള്ള വ്യൂ ഇല്ല. അവിടെ എന്തെങ്കിലും വ്യൂ കാണുമെന്ന് വിചാരിച്ചാൽ കയറിയതാണ്. അപ്പം നമുക്ക് ഇറങ്ങാം. ഇവിടെയും ജസ്റ്റ് കുറച്ച് വ്യൂ പോയിന്റ് ഇതിൻ്റെ അകത്തോട്ട് മന്നമന്നൂർ എക്കോ ടൂറിസം. നമുക്ക് പക്ഷെ അങ്ങനെ ബൈക്ക് വെച്ചിട്ട് പോകാനുള്ള ഒരിതില്ല. ബൈക്കും കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷേ ഇതിനെയും കാട്ടി അടിപൊളിയാണ് നമ്മൾ അങ്ങ് ആ ഓഫ് റോഡ് കയറിയപ്പോൾ കണ്ടത്. ഇത് വൺ വേ ആക്കിയെന്ന് തോന്നുന്നു. ജസ്റ്റ് ചോദിച്ചിട്ട് വരാം ഇവിടുത്തെ. ബൈക്കിൻ്റെ കോലം നോക്കി. ഇങ്ങനെയാണ് ഗ്ലൗസിൻ്റെ അക ചൂടാക്കുന്നത്. ഹീറ്റഡ് ഗ്രിപ്പ് സെക്കൻഡ് സമയമല്ലേ. ഞാൻ ഒന്ന് ഇവിടെ ചോദിച്ചിട്ട് വരട്ടെ ഇത് വൺ വേ ആക്കിയോന്ന്. ഇത് വൺ വേ ആക്കിയാനോ?
അപ്പുറത്തൂടെ എൻട്രി. ആ അപ്പം മുമ്പ് ഇതുവഴി നമുക്ക് എൻട്രൻസ് ആയിട്ട് അപ്പുറത്തെ വഴി കൂടെയാണ് ഇറങ്ങുന്നത്. ഇപ്പം നേരെ തിരിച്ച് ഇതുവഴി എക്സിറ്റ് ആക്കി അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങുന്നത്, അപ്പുറത്തെ വഴി കൂടെ കയറുന്നത്. നമുക്ക് ഇന്ന് ഇതുവഴി പോകേണ്ട ആവശ്യമില്ല. നാളെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പൈൻ ഫോറസ്റ്റ്. അപ്പം അപ്പുറത്തെ വഴി കൂടെ കറങ്ങി വരണം. ഇപ്പം ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ആക്റ്റീവ കാണുമ്പോഴാണ് ഇവിടെ R15 കാണുന്നത്. എത്ര R15 ഇവിടെ. 3 മണി ആയുള്ളൂ. നമ്മൾ പെട്ടെന്ന് എത്തി ഇവിടെ. കാറിലാണെങ്കിൽ മിനിമം 3 മണിക്കൂർ എടുത്തു ഇതുവരെ എത്താൻ. ഞാൻ കോർണറൊക്കെ അങ്ങ് പറത്തിയെടുത്ത് ഞാൻ കണ്ടത്. എന്താ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. നാളെ നമ്മൾ ഈ സൈഡിലോട്ട് വരുന്നുണ്ട്. അപ്പം അപ്പം എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം ഇതുവഴിയാണെന്ന്. നമ്മളിപ്പോൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം 3:50. ഇന്നത്തെ ദിവസം നമുക്ക് ആവറേജ് ഫ്യൂൽ കൺസംഷൻ കാണിക്കുന്നത് 30 km/l ആണ്. ഇന്നത്തെ ദിവസം ടോട്ടൽ ഇതുവരെ പോയിട്ടുള്ള 108 km അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മനോരൂരും കൂക്കൽ അവിടെയൊക്കെ പോയി ടോട്ടൽ 108 km ആയി. ആവറേജ് സ്പീഡ് ജസ്റ്റ് 29 km/h നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ടാങ്ക് റേഞ്ച് 153 km ആണ് കാണിക്കുന്നത്. എന്നാലും ഒരു 100 അടുപ്പിച്ച് എക്സ്പെക്റ്റ്, 100ഉം കാണത്തില്ല. എന്നാലും ഇതിപ്പോൾ 3 വട്ടം ബാലൻസ് ഇപ്പോൾ ഉണ്ട്. ഞാൻ ഇന്ന് പെട്രോൾ അടിക്കുന്നില്ല. നാളെ വലിയ ഇതൊന്നുമില്ല. നമ്മൾ പൈൻ ഫോറസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് പോകാനുള്ള പ്ലാനിലാണ്. നാളെ റീഫിൽ ചെയ്തിരിക്കുകയാണ്. കാര്യം മറ്റൊന്ന് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് അന്നേരം ഫുൾ ടാങ്ക് എടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, A few hours later. സമയം രാത്രി 10:30. നമ്മളിവിടെ ഡോമിനോസ് പിസയിലാണ്. ലേറ്റ് നൈറ്റ് ക്രേവിങ്സ്. ഒരു പിസയൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചിട്ടിരിക്കുക. ഞാൻ അതിൽ നിന്നൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചത്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് മഴ പെയ്യാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ റെയിൻകോട്ടും ഇല്ല. നമ്മളിതാ ലിറ്ററലി നമ്മുടെ ജാക്കറ്റിലാണ് വന്നത്. റൈഡിങ് ജാക്കറ്റ് ഇല്ല, വേറെ ഒന്നുമില്ല. ഈ ജാക്കറ്റിൻ്റെ അകത്ത് ഞാൻ എൻ്റെ തേർമൽ ലൈനർ മാത്രം ഇട്ടിട്ടുണ്ട്. അത് തണുപ്പായതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത് 12 degrees പുറത്ത്. 12 degrees, രാത്രി 12 degrees, മഴ. നമ്മളിവിടെ കൊടൈക്കനാലിൽ ഇങ്ങനെ ഇപ്പോൾ ഈ ലേറ്റ് നൈറ്റ് ക്രേവിങ്സിനങ്ങ് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ റൂമിൽ നിന്ന് കയറിയുള്ളൂ. ഇത്തിരി അത്യാവശ്യം നനഞ്ഞു ഇത്തവണ. നമ്മൾ കംപ്ലീറ്റ്ലി മഴ നനഞ്ഞിട്ടാണ് എത്തിയത്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. നമുക്ക് റൂമിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് കാണിച്ചു തരാം. എന്താ ഈ കാണുന്ന ഇത് ഹീറ്ററാണ്, റൂം ഹീറ്ററാണ്. സത്യത്തിൽ ഇതിവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സേവിയർ പോലെയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. നമ്മൾ ഇന്നത്തെ ഡേ ഇത് വൈകുന്നപ്പോഴാണ്. നാളെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടുത്തുള്ള ഈ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഒന്ന് പോകുന്നതേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് നമ്മൾ ഇവിടെയും തിരിക്കുകയാണ്. പുറത്ത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് മഞ്ഞും ഉണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പന്നി തന്നെ ഒരാളെ പറയുന്നില്ല, ലിറ്ററലി ഒരു കാട്ടുപന്നി എടുത്ത് ബൈക്കിന് ഫ്രണ്ടിൽ ചാടി.
ബൈക്കിൽ ABS ഉള്ള കാരണം ഇന്ന് രക്ഷപ്പെട്ടു. അത് മഞ്ഞും മഴയും എല്ലാം ഒരുമിച്ചുള്ള സമയത്താണ്. ഇപ്പോൾ സമയം 11 മണിയാവാറെ. ഇനിയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. ഇനി നമുക്ക് അടുത്ത ദിവസം വ്ളോഗ് കാണാം.